everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Drishyam 3. Yeah. Let's watch it. वो ये जिसने देखा था ना ജോർജ് കുട്ടി സാറിനെ ഒന്ന് കാണാൻ എഴുന്നേറ്റിട്ടില്ല. ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾ കാത്തു വെക്കാം. എന്താ ജോസേ വാ. ഇരിക്കേ. അല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. നിങ്ങൾ ഇരിക്കാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. ഓക്കെ, പറയൂ, എന്താ വിശേഷം? ജോർജ് കുട്ടി സാറ് ജോസിനോട് ക്ഷമിക്കണം. എന്തിനാ? എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ പോലീസിൽ പോകരുതായിരുന്നു. ഞാൻ ആകപ്പാടെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു. ഇടയ്ക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു, അതാ. അതിന് ജോസ് എന്ത് തെറ്റാ ചെയ്തത്? ഇല്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ പറഞ്ഞത്, നിങ്ങളെ കണ്ട കാര്യമല്ലേ. ആ പൈസ വാങ്ങിച്ച പിന്നെ ഞങ്ങൾക്ക് കഷ്ടകാലായിരുന്നു. എൻ്റെ അമ്മ കിടപ്പിലായി. അമ്മയുടെ ചികിത്സയ്ക്ക് തന്നെ നല്ലൊരു കാശ് ചിലവായി. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. എന്ത് ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ല. എന്റെ ശാപമുണ്ടെന്ന്. അയ്യോ, ഞാനോ എന്റെ കുടുംബമോ നിങ്ങളെ ആരെയും ശപിച്ചിട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? സത്യത്തിൽ ജോസ് എന്നെ സഹായിക്കുക ചെയ്തത്. സാറിനെ കളിയാക്കുകയാണോ? അയ്യോ അല്ല, സത്യത്തിൽ ജോസ് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ കേസിന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമായി. നിങ്ങൾ ഇറങ്ങാണോ? ചായ കുടിച്ചിട്ട് പോവാം. റാണി, ഇവർക്ക് ചായ എടുക്കാൻ. അയ്യോ വേണ്ട, ഞങ്ങൾ ഇറങ്ങാം. ജോസിപ്പ് എന്താ ചെയ്യുന്നത്? ടൗണിലൊരു ബേക്കറി നടത്താം. ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ജോസെ? സ്വന്തമായിട്ട് ബോർമില്ലാത്തതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. അപ്പോൾ ഒരു ബോർമ തുടങ്ങണം. അയ്യോ, അതിന് എൻ്റെ പൈസ ഇല്ല സാറേ. കട കാണിച്ച് ലോൺ എടുക്കണം. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ലോൺ ഉണ്ട് സാറേ. അത് ശരിയാവില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ജോസെ. അറിയാതാണെങ്കിൽ കൂടി ജോസിന്റെ പ്രവൃത്തി ഞങ്ങളുടെ കുടുംബത്തിലെ ഗുണകരമായിട്ടാകുന്നത്. കാശ് ഞാൻ തരാം. ജോസിന് പറ്റുന്ന പോലെ തിരിച്ചു തന്നാൽ മതി. അറിയാം, പക്ഷെ എന്ത് കാര്യം സർ? തെളിവില്ലല്ലോ. പിന്നെ പലതവണ അന്വേഷിച്ച് പരാജയപ്പെട്ടതുകൊണ്ട് പുതിയൊരു നീക്കത്തിന് കേസിന് പുറകെ പോകാൻ പ്രഭാകരനും കുടുംബത്തിനും ഒരു താല്പര്യമില്ല. ഈ ശേഷക്രിയ കണ്ട് ജോർജ് കുട്ടി കൊടുത്തു എന്നത് സത്യമാണോ? സത്യമാണ് സർ. സാർ, ഇപ്പോ അവർക്ക് കേസിനോടുള്ള സമീപനം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? സർ, പിന്നെ ഞങ്ങളിപ്പോ 24/7 ജോർജ് കുട്ടിയുടെ പുറകെയോ. എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ നമുക്ക് കിട്ടാണ്ടിരിക്കില്ല. സാർ, അങ്ങനെ സംഭവിച്ച നമ്മുടെ ചാനലിൽ ഒരു ഭയങ്കര വൈകതേ. നോക്കാം. This media guys. उसको पता तो रहेगा यार, कुछ ना कुछ तो हो रहा है करके. പത്രോസേട്ടൻ എങ്ങനെയുണ്ട്? ആള് കുറച്ച് വീക്കാണ്. പിന്നെ ഇത്രയും തന്നെ മുന്നോട്ട് പോയത് അത്ഭുതമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. വേദനയുണ്ടോ? ആ, വേദന പറയുമ്പോ മോർഫിൻ കൊടുക്കും. മോളെന്നാ സൗദിയിൽ നിന്ന് വന്ന? ഞാൻ 3 ദിവസമായി.
ചേച്ചിക്ക് എത്ര കുട്ടികള്? 2 പേര്. ആ അവരിപ്പോ ബറോഡയിലോട്ട് മാറിയില്ലേ? ആ, ചേട്ടൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി. മോൾക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയോ? ആ, അത് പറയാനാ ഞാൻ വന്നത്. എന്റെ കല്യാണം ഉറപ്പിച്ചു. കുറച്ച് പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ മാറി. ഇന്റർ കാസ്റ്റ് മാരേജ് ഇപ്പൊ ഭയങ്കര കോമണാ. അതിലൊന്നും വലിയ കാര്യമില്ല. അത് ശരിയാ. പിന്നെ എന്റെ അച്ഛനും അമ്മയും പഴയ ആൾക്കാരല്ലേ, പിന്നെ എക്സ്പോഷറും കുറവാ. അപ്പോ അതുകൊണ്ട് കുറച്ചൊരു ഓർത്തഡോക്സ് ചിന്താഗതിയാണ്. അപ്പൊ നമ്മൾ തിരുത്തണം അല്ലേ? ആ മോളുടെ കല്യാണം എന്നാ? അടുത്ത മാസം 18-ാം തീയതി. അപ്പൊ ആദ്യം എനിക്ക് ഇവിടെ വന്ന് പറയാൻ തോന്നി. പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ? അയ്യോ വേണ്ട സർ, ഇപ്പൊ തന്നെ കുറെ തന്നില്ലേ. ഞാൻ നിങ്ങളുടെ അനുഗ്രഹം മേടിക്കാനാ വന്നത്. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും മോളുടെ കൂടെ. ശരി, എന്ന് ഞാൻ ഇറങ്ങട്ടെ. പാവം കുട്ടി കണ്ടു പഠിക്കും. പിന്നെന്താ, നല്ലൊരു വിന്ത ചെക്കൻ ഇറക്കിട്ടെ. അല്ലേലും എല്ലാം തലതിരിഞ്ഞല്ലേ കേറും. ശരി. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പേരെന്താ? ശ്രേയ. എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാ. ഓ, ഏത് ഹോസ്പിറ്റലാ? നാട്ടിലല്ല, ഞാൻ സൗദിയിലാണ്. പക്ഷെ എനിക്ക് എവിടെയോ കണ്ടതാല പരിചയമുണ്ട്. വീട് എവിടെയാ? മണിമലയില്. അതിന്റെ അടുത്തല്ലേ പൊന്തമ്പുഴ ഫോറസ്റ്റ്? ആ ഫോറസ്റ്റിന്റെ ബോർഡറിലേക്ക് വരും ഞങ്ങളുടെ വീടും. അവിടെയൊക്കെ അറിയൂ? അല്ല, എന്റെ ഒരു അങ്കിൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ വന്നിട്ടുണ്ട്. She's very smart, yaar. എന്തേ? ചെറിയൊരു ക്യാച്ചുണ്ടോ? ആണോ? പേര് ശ്രേയ, വീട് മണിമല, അതും പൊന്തമ്പുഴ ഫോറസ്റ്റിനടുത്ത്. പക്ഷെ ഇപ്പൊ എട്ടുമല പോവാം. അഡ്രസ് കഴിച്ചോ? അഡ്രസ്സും ഫോൺ നമ്പർ ഒക്കെ ചോദിച്ച സംശയം. വീട് നമുക്ക് തപ്പി പിടിക്കാം. ഫോട്ടോ ഉണ്ടല്ലോ. ये बहुत डिफिकल्ट होने वाला मेरे को लगता है. Oh, damn. डर बैठ जाएगा ना अभी अंदर. ചായ എന്ത് പറ്റി ജോസൂട്ടിക്ക്? രാത്രി ഇടയ്ക്ക് എഴുന്നേറ്റ് എങ്ങോട്ടാ പോയത്? അമ്മ, ഞാൻ രാവിലത്തെ കുർബാനയ്ക്ക് പോവാണേ. അനുവന്തി അവള് വരുന്നില്ലെന്ന്. എന്ത് പറ്റി? PMS ആണോ പറഞ്ഞ? ഒരു PMS. വേറെ ആർക്കും ഇതൊന്നും ഇല്ലാത്ത പോലെ. ഇവക്കെന്താ 15 ദിവസം? സാറേ സാറേ മത്താച്ചനാ? ഓ, കേറിയോ? റാണി, ഞാൻ ചായ എടുക്കാം. ചായ ഒന്നും വേണ്ട, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നത്.
ഓക്കെ. രണ്ടു ദിവസം മുമ്പ് യാദൃശ്ചികമായിട്ട് ഞാനൊരു കല്യാണത്തിന് വെച്ച് നമ്മുടെ തേക്കിൻകാട്ട് തോമാച്ചിനെ കണ്ടിരുന്നേ. നമ്മുടെ ആ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്ന ആലോചനയില്ലേ, അയാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഓക്കെ. അങ്ങനെ നമ്മളിവിടെ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് അയാൾ ആരോ രണ്ടുപേര് ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർ നമ്മളെ കേസിൽ നിന്ന് പിന്മാറിയെന്ന്. ഓ. നമ്മുടെ മോക്ക് ചെറിയ മാനസിക രോഗം കൊണ്ടൊന്നും ആരെങ്കിലും ദേഹത്ത് വിട്ടാൽ മോള് വയലന്റ് ആവുന്നു. അപ്പോ അങ്ങനെയാ മറ്റേ പയ്യനെ കൊലപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ്. മാത്രമല്ല കല്യാണം കഴിഞ്ഞാൽ മോക്കൊരു നല്ല ദാമ്പത്യം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് ഈ പറഞ്ഞ ആളോട് പറഞ്ഞത്രേ. മോക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. മത്താശി വേണമെങ്കിൽ ഡോക്ടറോട് ചോദിച്ചു നോക്ക്. ഈ രണ്ടുപേരും ഒരേ കാര്യം തന്നെ പറഞ്ഞത്. ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ്. തോമാച്ചൻ്റെ ഞാൻ അവരുടെ നമ്പർ മേടിച്ചു, പല പ്രാവശ്യം ട്രൈ ചെയ്തു, പക്ഷെ അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ മുടങ്ങിയ ആലോചനകളില്ലേ, ആ വീട്ടുകാരായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അപ്പൊ അവിടെയും ഇതുപോലെ ഫോൺ കോൾ പോയിരുന്നു. നമ്പർ കയ്യിലുണ്ടോ? സത്യത്തിൽ ഞാനത് തരാനാ വന്നത്. എന്തായാലും ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ സാറേ. മനുഷ്യന്റെ അസൂയ കുശുമ്പ് എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധന. ഒരു പെൺകൊച്ചിനെ കല്യാണം മുടക്കിയിട്ട് ഇവർക്ക് എന്ത് സുഖ കിട്ടുന്നത്? ഈ രണ്ട് നമ്പറുകളിൽ ടെൻഷൻ വേണ്ട. സൈബർ സെല്ലിൽ നമ്മൾ സ്ട്രോങ് പിള്ളേരാണ്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഇതാണ് പന്ത്രണ്ട് റിസർവ് ഫോറസ്റ്റ്. സാർ ഇപ്പൊ ഇവിടെ പോലീസ് പരിശോധന നടത്തിയില്ലേ? 7000 ഏക്കറോട് കാറാ എവിടെയാണ് പരിശോധിക്കുന്നത്. പിന്നെ ഇതൊരു ലീഗൽ ഡിസ്പ്യൂട്ട് കിടക്കുന്ന കാറാ. സർക്കാർ ഒരു പ്രൈവറ്റ് പാർട്ടിയായിട്ട് കേസ് നടക്കുന്നുണ്ട്. അപ്പൊ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് അല്ലേ? അല്ല, പോലീസിന് ഉറപ്പാൻ ഒരു കാരണം കിട്ടിയല്ലോ. പോലീസ് ഉറപ്പിയിട്ടൊന്നുമില്ല. വേറൊരു ഊഹത്തിന്റെ പുറത്ത് ഈ കേസ് പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ ജോർജ് കുട്ടി ആ ഒരു കുറുക്കന. ഒരു പക്ഷെ പോലീസിനെ മിസ്ലീഡ് ചെയ്യാനാണ് അയാൾ വന്നേക്ക്. ആ ഫോൺ നമ്പറുകളുടെ അഡ്രസ് കിട്ടി. അതിന്റെ തമിഴന്മാരെ കയ്യിലായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചുപോയി. സമയം സ്വിച്ച് ഓഫാ. അതായത് പണി വരുന്നത് ജോർജ് കുട്ടിയുടെ നാട്ടിൽ തന്നെയാണ്. അതങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ സാറേ. ഒരു പക്ഷെ പുറത്ത് നിന്നൊരാൾ എന്റെ നാട്ടിൽ നിന്ന് വിളിച്ചാണെങ്കിൽ. ഓ, അങ്ങനെയും ഒരു സാധ്യത ഉണ്ടല്ലോ. പിന്നെ മറ്റൊരു കാര്യം, ജോർജ് കുട്ടി എന്ന 2 നമ്പറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ഫോണിലാണ്. ആ ഫോണിന്റെ ഐമെയിൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമുണ്ട്. 1 വർഷം മുമ്പ് വരെ ആ ഫോണിൽ മറ്റൊരു നമ്പറാണ് യൂസ് ചെയ്തിരുന്നത്. ആ നമ്പർ ഇപ്പോൾ ലേഖനം. പക്ഷെ ഇപ്പൊ എന്റെ ഐമെയിൽ നമ്പർ വേറെയാണ്. അതായത് അയാൾ ആ ഫോൺ വിറ്റുകയാണ്. ദാറ്റ് മീൻസ് ഈ വിളിക്കുന്നയാൾ ഒരു സെക്കൻഡ് ഫോൺ വാങ്ങിയാണ് വിളിക്കുന്നത്. ഇതിലൊരു പ്ലാൻ ഫീലിംഗ് ഇല്ലേ? ഇപ്പൊ ലൈവാണെന്ന് പറഞ്ഞ ആ നമ്പറിന്റെ അഡ്രസ് ഉണ്ടോ? അതൊരു ലേഡിയുടെ പേരില്ല. അതിന് പുറകെ പോയിട്ട് കാര്യമുണ്ടോ? ഉപയോഗിച്ചതാണെങ്കിൽ സാധ്യതയെ തള്ളിക്കളയാൻ പറ്റില്ല സാർ. ശാന്തി, കാരക്കുന്നിൽ ഹൗസ്, ഇലഞ്ഞി. അവരറിയോ? Okay, he got to know. That guy, पुलिस इंस्पेक्टर। नहीं, एक्टर नहीं, एक्टर नहीं है ये पहले पुलिस वाला था। देखिए എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ ഞാൻ പറഞ്ഞില്ല. തനിക്ക് മാത്രമാണോ കുടുംബം? തനിക്ക് മാത്രമാണോ? എന്റെ ഭർത്താവ് തന്നെ ചായച്ചതാ. അപ്പൊ താനാണ് ഈ പാത്രം ചെയ്തത്. തന്നെ വിശ്വസിച്ച് കൂടുതൽ ഈ പാത്രം താനേ ചാച്ചത്. തന്നെ സഹായിച്ചതിന്റെ പേരില്ലേ എന്റെ ചേട്ടൻ ജോലി പോയി, ഞങ്ങളുടെ കുടുംബം പട്ടിണിയായി, എന്റെ മോളിൽ പഠിപ്പ് മുടങ്ങി. ആ
സങ്കടത്തിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവളുടെ സംസാരശേഷി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് താനറിഞ്ഞോ? അതെങ്ങനെ? നിങ്ങളെ പണക്കാർക്ക് ഞങ്ങള് പാവങ്ങളുടെ വേദനയൊന്നും അറിയണ്ടല്ലോ. എന്നിട്ട് ഈ പാവം മനുഷ്യൻ നിങ്ങളെ കുറ്റപ്പെടുത്താതെ കാത്തിരുന്നു. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ മുന്നിൽ വന്ന് യാചിക്കേണ്ടി വന്നു. തന്റെ മുമ്പിൽ വന്ന് യാചിച്ച് തന്റെ സിനിമയിൽ അഭിനയിക്കാനാണ്, അതാ തന്റെ കയ്യിൽ നക്കാപ്പിച്ച കാശ് വാങ്ങിക്കാനാണ്. കൂടുതൽ ചതിക്കുമ്പോഴേ വേദന മനസ്സിലാക്കി തരാനാ. അതിനൊരു അവസരം കിട്ടിയപ്പോ ഞങ്ങളെ കൂടെ ശാലി നിർത്ത്, അതോ ശാലി പോ. സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായേ? സാറില്ല अरे रे തെറ്റുപറ്റിപ്പോയി സാർ, മറക്കാൻ പാടില്ലായിരുന്നു. എന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഓട്ടത്തില് മറന്നുപോയി. പെർഫെക്റ്റ് ആയിട്ട് ആരാണത് ജോർജ് കുട്ടി? മനുഷ്യരാകുമ്പോൾ തെറ്റുപറ്റൂ, അത് അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യുമ്പോഴാണ് അവ നല്ലൊരു മനുഷ്യനാവുന്നത്. മടുത്തു സാറേ, ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ യുദ്ധം. സ്വന്തം എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അത് ഇതുപോലെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ എന്തിനൊക്കെ നിമിത്തങ്ങളാണ് ജോർജ് കുട്ടി. എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനെ ആരൊക്കെയോ നിമിത്തങ്ങളാവുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാൻ ഒരെണ്ണം ചെറുപ്പക്കാരൻ്റെ നിമിത്തമായി. അതുപോലെ രാജന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതിന് ജോർജ് കുട്ടിയുടെ നിമിത്തമായി മാത്രം. ഒന്ന് ചെയ്യാനേ മറ്റൊന്നിനെ വളർന്നു. അതൊരു പ്രകൃതി നിയമമാണ്. അത് തടയാൻ നമുക്കാവില്ല. ജോർജ് ഇത് സമാധാനമായിട്ട് ജീവിക്കാം നമുക്ക്. ഒന്നും കഴിക്കില്ല സാർ. ആരും എന്റെ പിന്നാലെയുണ്ട്. ഇതൊക്കെ ജോർജ് കുട്ടിയുടെ വെറും തോന്നല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതിനെയും ജോർജ് കുട്ടി നേരിടും. അത്ര മുൻപ് എന്താണ് പ്രശ്നം, ആരാണ് പ്രശ്നം എന്നൊരു വ്യക്തത ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വ്യക്തതയില്ല. പക്ഷെ ഒന്ന് ഉറപ്പുണ്ട്, ആരും എന്റെ പിന്നാലെയുണ്ട്. अरे रे यार, मेरे दिमाग में ना वो पुलिस वाला ही है, बट फिर याद आया कि दैट वाज द गाय. उसको तभी मारा था पब्लिक ने ना, पार्ट 1 में. पार्ट 2 में भी नहीं आया था मेन पुलिस वाला. ऑफ कोर्स I thought somehow he will be, but this is crazy. But वही of course उसके मॉम डैडी करा रहेंगे वरुण के. But now he got a hint that somebody is behind it, so now he will start thinking and planning now. और वो भी तो है ना, वो रिपोर्टर्स, yes, वो लोग भी कुछ कम नहीं है यार. वो उनका काम है, it's their job. That's true. Let's see what George Kutti is gonna do next. But now the things are gonna change. Yeah, I was waiting for that only. अभी change होगा. Yes. We will think कि भाई अभी कोई तो है. Let's wait for it, guys. So meanwhile, take care. Bye bye.